Morning SY children. Today we are going to discuss some of the university questions of the previous years. The S2IL question papers of the Kerala University 2019 question paper we have, and also we have 2018 question paper. We are discussing both of them. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ ഫിലിം സ്റ്റഡീസിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും വിശദമായി പഠിപ്പിച്ചു. വലിയ ടാസ്കിലാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആദ്യമൊക്കെ നല്ലൊരു എഡിറ്റർ കൈവശം ഉണ്ടായിരുന്നു, നല്ലൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റർ ഗൾഫിൽ പോയതിന് ശേഷവും പിന്നീട് ഒരു എഡിറ്ററെ കണ്ടെത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ച് തന്നെ അവതരിപ്പിച്ചു. ഇതിപ്പോൾ ഞാനേ പഠിച്ചുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇനി ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്ലാസ് എടുക്കത്തക്കവണ്ണമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ചുണ്ടായി. നിങ്ങൾക്കോ? നിങ്ങൾ ഈ അവസാന സമയം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, പലരും മനഃപൂർവ്വം അത് മനസ്സിലാക്കുന്നില്ല. നമ്മളത്ര ഫിലിം തിയറീസാണ്. ഈ ഫിലിം സ്റ്റഡീസൊന്നും ഈ ഫിലിം കാണാത്ത ചില കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ മോഡേൺ ഫിലിംസ് മാത്രം, മോഡേൺ ഇംഗ്ലീഷ് ഫിലിംസോ നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലോ വരുന്നത്, കൂടുതൽ നെറ്റ്ഫ്ലിക്സ് വരുന്ന വെബ് സീരീസുകളോ ഇംഗ്ലീഷ് ഫിലിംസോ കാണാം. അതല്ല, നമ്മളതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കണം, നമ്മളതിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതിനാണ് ഞാൻ വളരെ എന്താ പറയുക സ്ട്രെയിൻ എടുത്ത് വളരെ സ്ട്രഗിൾ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിച്ചത്. അപ്പം അതിൻ്റെ ഫിലിം ടെർമിനോളജിയുടെ തന്നെ എല്ലാ ഭാഗങ്ങളും, ഫിലിം ജോൺറേസിൻ്റെ തന്നെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും, ഫിലിം തിയറി ആയാലും കൊള്ളാം, ശരി, ബാക്കിയുള്ള എസ്സൈസ് ആയാലും കൊള്ളാം, അതെല്ലാം ഇത് ഇപ്പോൾ ഈ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്, നിങ്ങളുടെ നോട്ട്സ് പോലെ കിടക്കുകയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് എടുത്ത് നോക്കാം, എക്സാമിന് മുമ്പ് എടുത്ത് നോക്കാം. അതല്ലാതെ ഈ വോയിസ് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിലത് കിടക്കത്തില്ലത്. പലർക്കും ഒരു പക്ഷേ എന്നെ നിങ്ങൾ കണ്ടങ്ങ് മടുത്തു പോയി കാണുന്നത്. ഞാൻ ഈ സ്ട്രെയിൻ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും ബോഡി എക്സ്പ്രഷനും ഒക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ക്ലാസ് സാർത്ഥകമാകത്തുള്ളൂ. അതുകൊണ്ടാണ്, അല്ലാതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടില്ല. ഇങ്ങനെ ഒരാൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ, ആരെങ്കിലുമൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചല്ല. നിങ്ങളത് പരമാവധി മനസ്സിലാക്കണം. ഞാനല്ലാതെ ഇതൊക്കെ അങ്ങോട്ട് വോയിസായിട്ട് അങ്ങോട്ട് അയച്ചതെന്ന് ഒന്നും മനസ്സിലാവത്തില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ആദ്യകാലത്താണെങ്കിൽ സിനിമയുടെ കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം വന്നെങ്കിൽ പോലും ക്ലിപ്പിങ്സും മറ്റു കാര്യങ്ങളും പഴയ സിനിമകളെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടാക്കാൻ അത് തന്നെ വീണ്ടും വീണ്ടും വരുന്നത്. അതുകൊണ്ടാണ് അതൊന്നും റിപ്പീറ്റ് ചെയ്യാത്തത്. നിങ്ങൾ ആദ്യത്തെ എസ്സൈസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനോഹരമായ വോയിസ് ക്ലിപ്പുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ ലഭ്യമാണ്. എന്നാലും യു ആർ ഷോയിങ് എൻ ഇൻഡിഫറൻസ്. ദറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ഡിസ്ഗസ്റ്റിംഗ് ടു മീ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകും ഏതെല്ലാം ഏരിയസ് എന്ന് ചോദ്യം വരുന്നു എന്ന് നമുക്ക് പ്രവചിക്കാം. നമ്മളാരും ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ സിദ്ധന്മാരോ ഒന്നുമല്ല, നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നത്. ഫിലിം സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസ് ചെയ്ത വർഷം, ഏതെങ്കിലും ഒരു സിനിമയുടെ റിലീസ് ചെയ്ത വർഷം എന്ന് പറഞ്ഞ് ചോദിക്കാം, ഡയറക്ടറുടെ കാര്യം ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് 2019 ക്വസ്റ്റ്യൻ പേപ്പർ, ലെറ്റ് us go through 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ്. അപ്പോൾ അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് നൈം എനി വൺ ഓഫ് ദി മൂവീസ് ബൈ കോൾ തിയോഡർ ഡ്രയർ. ഡ്രയറിൻ്റെ സിനിമ കോൾ തിയോഡർ എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ കോൾ ഡ്രയറുടെ സിനിമ ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ഈ ഫിലിം ടെർമിനോളജിയിൽ ക്യാമറ ആംഗിൾസ് പഠിപ്പിച്ചപ്പോൾ ഈ ക്ലോസപ്പ് ഷോട്ടുകളുണ്ടല്ലോ, ഷോട്ടുകളെ കുറിച്ചുമ്പോൾ ക്ലോസപ്പ് ഷോട്ടുകൾ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള സിനിമ ഡയറക്റ്റ് ചെയ്തത് ഈ പറഞ്ഞ ഈ കോൾ തിയോഡർ ഡ്രയറാണ്. അത് ഏതായിരുന്നു ഫിലിം? വിച്ച് ഈസ് ദാറ്റ് ഫിലിം? ദി പാഷൻ ഓഫ് ജോൻ ഓഫ് ആർക്ക്. ഒരൊറ്റ കുട്ടികൾ എഴുതത്തില്ല, എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് ദി പാഷൻ ഓഫ് ജോൻ ഓഫ് ആർക്ക്. എഴുതി അങ്ങ് വിസ്മരിക്കുക. ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളിതൊന്നും പഠിക്കുന്നത്, അത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. യു ആർ ലേണിംഗ് എവറിത്തിങ് ഫോർ യുവർ സെൽസ്. ദി പാഷൻ ഓഫ് ജോൻ ഓഫ് ആർക്ക് അതാണ്.
Number 2, which is the first talkie film in Malayalam? അതെങ്കിലും അറിയാമല്ലോ. ടോക്കി ഫിലിം ബാലൻ. എസ് നൊട്ടാണി സംവിധാനം ചെയ്ത, എസ് നൊട്ടാണി എന്ന് പറയുന്ന തമിഴ് സംവിധാനം ചെയ്ത ബാലനാണ് ദി ഫസ്റ്റ് ടോക്കി ശബ്ദ സിനിമ ഇൻ മലയാളം. അത് ഞാൻ ഈ മലയാളം ഫിലിം ഹിസ്റ്ററിയുടെ മലയാളം നിങ്ങൾക്കിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിൽ വ്യക്തമായി ഞാൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബാലൻ ബൈ എസ് നൊട്ടാണി. ഹു ഈസ് ദ ഡയറക്ടർ? എസ് നൊട്ടാണി. ഇൻ വിച്ച് ഇയർ വാസ് പഥേർ പാഞ്ചാലി റിലീസ്ഡ്? സത്യത്രയുടെ അബൌ ട്രിയോളജിയിലെ ആദ്യത്തെ ഫിലിമായ പഥേർ പാഞ്ചാലി റിലീസ് ചെയ്തതാണ്. ഇൻ വിച്ച് ഇയർ വാസ് പഥേർ പാഞ്ചാലി റിലീസ്ഡ്? 1955. ഈ ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററിയിലുള്ളതാണ്. 1955. ഇതാ ഞാൻ പറഞ്ഞ എല്ലാ സിനിമകളുടെ റിലീസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. പ്രത്യേകം എഴുതിയെടുത്ത് അത് പഠിക്കണം. നമ്മുടെ നോട്ട് ബുക്കിലുണ്ടല്ലോ. Name 3 big studios of 1930s which made the biggest hits of that time. 1930കളിൽ ഏറ്റവും വലിയ ഹിറ്റ്സ് സമ്മാനിച്ച 30കളിലെ 3 പ്രധാനപ്പെട്ട സ്റ്റുഡിയോസ് ഏതൊക്കെയാണ്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. Question is these name 3 big studios of the 1930s which made the biggest hits of that time. 1 ന്യൂ തിയേറ്റർ, തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്റർ അല്ല, ന്യൂ തിയേറ്റർ. പ്രഫാദ്, ബോംബെ ടോക്കീസ്. ന്യൂ തിയേറ്റർ, പ്രഫാദ്, ബോംബെ ടോക്കീസ്. These are the 2 studios which made the biggest hits of the period 1930s, the decade 1930s. Who proclaimed that the art of cinematography is the next stage of photographic art? അതൊന്ന് റെഫർ ചെയ്യണം. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ. അതൊന്ന് റെഫർ ചെയ്തിട്ട് പറയാം. Then who is considered as the father of Malayalam cinema? The history of Malayalam cinema എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെസണിൽ ഞാൻ വ്യക്തമായി പ്രതിപാദിച്ചു. നിങ്ങൾക്കറിയാം, മലയാളത്തിൽ പൃഥ്വിരാജിൽ വെച്ചൊരു സിനിമ എടുത്തതാണത്. അതേതാണ്? സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമ ആ മഹാനുഭാവനെ കുറിച്ചുള്ളതായിരുന്നു. എല്ലാം വിറ്റ് പറയും. ഞാൻ അദ്ദേഹത്തിൻ്റെ സംഭവബഹുലമായ ജീവിതകഥയൊക്കെ ചെറുതായിട്ടൊന്നും പറഞ്ഞിരുന്നത്. ആരെങ്കിലും കേട്ടോ ശ്രദ്ധിച്ചോ ആവും. JC Daniel. ദി ഫാദർ ഓഫ് മലയാളം സിനിമ ഈസ് JC Daniel. JC Daniel. ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമ? വിഗത കുമാരൻ, ലോസ്റ്റ് ചൈൽഡ്, ദ ലോസ്റ്റ് ചൈൽഡ്, വിഗത കുമാരൻ. Who directed the film? Who directed the film 10? പല പ്രാവശ്യം 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാനിയൻ ഫിലിം ഡയറക്ടറാണ്. 10 എന്ന് പറയുന്ന സിനിമയുടെ 9 എന്ന് പറയുന്ന സിനിമയല്ല, പൃഥ്വിരാജിൻ്റെ 9 അല്ല, ഇത് 10 ആണ്. വേറെ ഒരു 10 ഇല്ല, അക്കത്തിൽ കാണിക്കുന്ന 10 ഉണ്ട്, അത് ഞാൻ പറഞ്ഞതാണ്. അത് വേറെ സിനിമയാണ്. ഇത് TN10. ആ 10 ഡയറക്റ്റ് ചെയ്തത് ഇറാനിയൻ ഫിലിം മേക്കറാണ്, ഫിലിം ഡയറക്ടറാണ്. അദ്ദേഹത്തിന് what is his name? അബ്ബാസ് കൈറോസ്താമി. ABBAS KIAROSTAMI. അബ്ബാസ് കൈറോസ്താമി is the film maker of the film 10. Then write any 2 films directed by അടൂർ ഗോപാലകൃഷ്ണൻ. ഇഷ്ടംപോലെ പറയാമല്ലോ. സ്വയംവരം മുതൽ ദിലീപിനെയും കാവ്യനാഥനെയും വെച്ചെടുത്ത പിന്നെയും വരെ എത്ര സിനിമകളുണ്ട്. ഞാൻ ആ സിനിമകളുടെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത മിക്ക 95% സിനിമകളുടെയും പേര് ഞാൻ ഹിസ്റ്ററി ഓഫ് മലയാളം സിനിമയിൽ, പാരലൽ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം 2 പറയാനേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ 2 തന്നെ ആയിക്കോട്ടെ. 1972 സ്വയംവരവും പിന്നീട് ഇറങ്ങിയ കൊടിയേറ്റവും, 80കളിൽ ഇറങ്ങിയ കൊടിയേറ്റവും. സ്വയംവരത്തിൽ അതിൽ ശാരദയ്ക്ക് ഉർവശി അവാർഡ് നേടിക്കൊടുത്തു. കൊടിയേറ്റത്തിൽ പിന്നെ ഗോപിക്ക് എന്താണ് ഭരത് അവാർഡ് നേടിക്കൊടുത്തു. ഏറ്റവും നല്ല നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തു. ആ 2 പിന്നെ എത്ര ഫിലിമുകളുണ്ട് നിങ്ങൾക്കറിയാമല്ലോ. അതല്ലെങ്കിൽ എൻ്റെ അതിനകത്ത് പറയുന്നുണ്ട്. മിക്കവാറും എല്ലാ സിനിമകളും ഞാൻ പറയുന്നുണ്ട്. ഇനി അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചൊരു ബ്രീഫ് സ്കെച്ച് ചോദിച്ചാൽ എഴുതാൻ പഠിക്കണം. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചോ അല്ലെങ്കിൽ ബയോഗ്രഫി, നല്ല ഒരു തറവാട്ട്, അമ്പാരിയൊക്കെയുള്ളൊരു തറവാട്ടിൽ നിന്ന്, ജന്മിത്വ തറവാട്ടിൽ നിന്ന് വന്ന ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ.
കാര്യമൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. In which year was the film The Cabinet of Dr. Caligari? The Cabinet of Dr. Caligari was released. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ചബിൾ ഫിലിം. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ്, യൂട്യൂബിലുണ്ട്, അത് കാണണമെന്ന് ഞാൻ പറഞ്ഞു. എത്ര പേര് കാണുന്നത്? അതൊന്നും കാണാൻ സമയമില്ല. മണി ഹെയ്സ്റ്റോ അങ്ങനെയുള്ള പടങ്ങളല്ല. ജോക്കർ കാണും. എന്നാൽ ഈ സിനിമയുടെയൊക്കെ ഈ വികസനത്തിൽ വളരെയധികം പങ്കുവഹിച്ച 1920 റോബർട്ട് വീനാണ് ഡയറക്ടർ. അത് റിലീസ് ചെയ്ത വർഷമായി ചോദിച്ചാൽ 1920 ഈസ് ദി ഇയർ. അതൊക്കെ ഇനി എപ്പോഴാണ് കാണുന്നത്? എക്സാമിന് മുമ്പ് കാണാൻ പറ്റുമോ? അതൊക്കെ എത്രയോ നാൾ മുമ്പ് പറഞ്ഞ കാര്യം അതൊക്കെ. The Cabinet of Dr. Caligari was released in 1920. The director is Robert Wien. Another one. അടുത്ത ഭാഗം എന്ന് പറയുന്നത് 8 ക്വസ്റ്റ്യൻസ് അറിയാമല്ലോ. ആൻസർ ഇനി 8 ക്വസ്റ്റ്യൻസ് ഓഫ് ദി ഫോളോയിങ് ഇൻ അബൌട്ട് 50 വേർഡ്സ്. 50 വാക്കുകളെങ്കിലും വരുന്ന ഒരു പാരഗ്രാഫിൽ, നല്ലൊരു പാരഗ്രാഫ് എഴുതുമ്പോൾ ഒരു പേജ് എഴുതണം. നിങ്ങളത് യു ഹാവ് ടു റൈറ്റ് ഇൻ എ ഫുൾ പേജ്. ഒരു പേജ് എഴുതിക്കോ, അത് ഒരു പേജ് എഴുതണം. അല്ലെങ്കിൽ ഒരു മുക്കാൽ പേജെങ്കിലും വേണം. അല്ലാതെ ഒരു 1/4 പേജ് എഴുതി വെച്ചാൽ പറ്റത്തില്ല. ചില 2 വാക്യങ്ങൾ അല്ലെങ്കിൽ 4 വാക്യങ്ങളൊക്കെ എഴുതും. 1/2 പേജെങ്കിലും ഫുള്ളായിട്ടുണ്ടായിരിക്കണം. 3/4 പേജെങ്കിലും വേണം. 8 എണ്ണം ആൻസർ ചെയ്യണം. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. 2019 ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് എ ഷോട്ട്? പഠിപ്പിച്ചതല്ലയോ ഷോട്ട്? ആദ്യ ക്ലാസ് മുതൽ തന്നെ പറയുന്നത് ആ ഷോട്ട്. പിന്നീട് ഫിലിം ടെർമിനോളജിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. സമയം എന്തിനാ ചെയ്ത്? ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഡിഫൈൻ ക്ലോസപ്പ്. എന്തെല്ലാം ക്ലോസപ്പ്, എക്സ്ട്രീം ക്ലോസപ്പ് ഒക്കെ പറഞ്ഞതല്ലേ? ഡിഫൈൻ ക്ലോസപ്പ്. വാട്ട് ഈസ് മെൻഡ് ബൈ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്? ഈ നാരറ്റീവ് ഫിലിംസിലെ നല്ല ഒഴുക്കോടുകൂടി ഒരു ഷോട്ടിൽ നിന്നും വേറൊരു ഷോട്ടിലേക്ക് ഇങ്ങനെ അനുസ്യൂതമായി ഇങ്ങനെ നീങ്ങുന്ന, സുഖമായി നീങ്ങുന്ന ആ ഒരു എഡിറ്റിംഗ് ഉണ്ടല്ലോ, അതല്ലേ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ഈസ് എ ജെം കട്ട് ഉണ്ടല്ലോ. നമ്മൾ വേറെ ഒരു ഷോട്ടിൽ നിന്നും ജെം കട്ട് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ജെം കട്ട് അത് ഒന്നുകൂടി റെഫർ ചെയ്യും നിങ്ങളത്. ജെം കട്ട്. അടുത്തത് എക്സ്പ്ലെയിൻ കീ ലൈറ്റ്. 15ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ കീ ലൈറ്റ്. ഫിൽ ലൈറ്റ്, ബാക്ക് ലൈറ്റ് ഒക്കെ പറഞ്ഞില്ല. 3 പോയിന്റ് ലൈറ്റിംഗ്. ചിലപ്പോൾ 3 പോയിന്റ് ലൈറ്റിങ്ങിനെ കുറിച്ച് വിശദമായി ഞങ്ങളോട് ചോദിക്കും. അതൊക്കെ വിശദമായി ഞാനൊരു ഗ്രാഫിക് ഈ പിക്ചറിൻ്റെ സഹായത്തിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. കീ ലൈറ്റിൻ്റെ പ്രാധാന്യം, അത് കീ ലൈറ്റ് ഉപയോഗിച്ചെടുക്കുന്ന ഷോട്ടുകൾ, അത് നമ്മൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി റെഫർ ചെയ്യണം. Then consider cinema as an art form depending on a collaborative effort. ഈ അടുത്ത കാലത്ത് പഠിപ്പിച്ച ഈ ഓറ്റർ തിയറിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഓറ്റർ തിയറിയിൽ അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ടല്ലോ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത് ഒരു കൊളാബറേറ്റ് എഫർട്ടാണ്. അതുകൊണ്ട് അതിൽ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ഡയറക്ടർ മാത്രമാണെന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. അതിൽ ഓരോരുത്തരും അവരുടേതായ റോള് ഭംഗിയായിട്ട് നിർവഹിച്ചെങ്കിൽ മാത്രമേ സിനിമ വിൽ ബിക്കം എ സക്സസ്. അപ്പോൾ കൺസിഡർ സിനിമ ആസ് ആൻ ആർട്ട് ഫോം ഡിപ്പെൻഡിങ് ഓൺ എ കൊളാബറേറ്റ് എഫർട്ട്. കൂട്ടായ ശ്രമത്തിനെ ആശ്രയിച്ചാണ് സിനിമ എന്ന് പറയുന്ന കലാരൂപം നിലകൊള്ളുന്നത്. അത് വിശദീകരിക്കുക. ഓറ്റർ തിയറിയിലുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി ഫൈൻഡ് എൽസ്വെയർ. എക്സ്പ്ലെയിൻ പാനിങ് ഷോട്ട് എന്താണ്? പറഞ്ഞിട്ടില്ലേ പാനിങ് ഷോട്ട് എന്താണ്? അതായത് മൂവ്മെൻറ്റ് ഷോട്ടൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഷോട്ടാണ് ഈ പാനിങ് ഷോട്ട്. ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. 18 വാട്ട് ഈസ് മെൻഡ് ബൈ ഡിസോൾവും ഫെയ്ഡ് ഔട്ടും ഫെയ്ഡ് ഇന്നും ഒക്കെ പഠിപ്പിച്ചതല്ലേ ഞാൻ. വെറുതെ കിടന്ന് ഇതെല്ലാം പറഞ്ഞൊക്കെ പഠിപ്പിച്ചു എന്നല്ലാതെ ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് അറ്റ് ഓൾ. ഒരുതരം ഒരു കണ്ടംജ്യസ്, എനിക്കെല്ലാം ഞാൻ മിസ്റ്റർ നോ ആളാണെന്നൊരു ഭാവം. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതണം. ഭാവിച്ചൊക്കെ നടന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതി വയ്ക്കണം.
എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. എനിക്കിത് പഠിച്ചിട്ട് ഇനിയിപ്പം എന്താ സിനിമയെക്കുറിച്ച് ഞാൻ സിനിമ ആസ്വാദകനായിരുന്നു, എന്നാലും ടെക്നിക്സൊക്കെ ഇപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്. പണ്ടുപോലെ ഒരു സിനിമ ആസ്വാദകനായിരുന്നു, അതിൻ്റെ ടെക്നിക്സൊക്കെ പഠിക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പം ഒന്നുകൂടി നന്നായിട്ട്, പഴയതിലും നന്നായിട്ട് ഇപ്പോൾ ഒരു സിനിമ കാണുവാണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എങ്ങനെയുണ്ട്, അതിൻ്റെ ഷോട്ടുകൾ എങ്ങനെയുണ്ട്, ക്യാമറ ആംഗിൾസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. ഈ ഷോട്ട് ഇങ്ങനെയാണല്ലോ എടുത്തിരിക്കുന്നത്, ഇത് പിന്നെ ഹൈ ഷോട്ടാണല്ലോ, പിന്നെ മറ്റു പലതരം ഷോട്ടുകളുണ്ടല്ലോ, അതൊക്കെ ഇപ്പം മനസ്സിലാകും. അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ഗുണം എന്താണെന്നൊക്കെ മനസ്സിലാകും. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡിസോൾവ് എന്താണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റോറി ആൻഡ് പ്ലോട്ട്. സ്റ്റോറി എന്താണ്, കഥാപാത്രങ്ങളും സ്റ്റോറിയും കൂടെ ചേർന്ന് വരുന്ന പ്ലോട്ട് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ് എഴുതാം. വാട്ട് ഈസ് എ സ്റ്റോറി ബോർഡ്, അത് ഞാനൊന്ന് പറഞ്ഞു തരാം. സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ചതുര കട്ടിയുള്ള കടലാസിൽ ഈ ചിത്രങ്ങളുടെ സഹായത്താൽ ഓരോ ഷോട്ട് റെപ്രസെൻ്റ് ചെയ്യും. നമ്മുടെ വൈശാലിയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർട്ടിസ്റ്റ് കൂടിയായ അതിൻ്റെ ഡയറക്ടർ ഭരതൻ ഓരോ ഷോട്ടുകൾ മനോഹരമായി ഇങ്ങനെ ഓരോരോ ചതുര കട്ടിയുള്ള കടലാസ് എഴുതി ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടെന്താ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അത് ഷോട്ട് എടുക്കാൻ എളുപ്പമാണ്. ഡയറക്ടറുടെ മനസ്സിലുള്ള കാര്യം ആ സ്റ്റോറി ബോർഡിലുണ്ട്. അപ്പോൾ സ്റ്റോറി ബോർഡ് ഈസ് എ ഗ്രാഫിക് representation of how your film will unfold or reveal shot by shot. Storyboard is a graphic representation of how your film will unfold shot by shot. ഇത്ര ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ, വിശദമായിട്ട് അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. സ്റ്റോറി ബോർഡ് നമ്മുടെ പുസ്തകത്തിൽ അത് പ്രതിപാദിച്ച് കാണുന്നില്ല. യു വിൽ ഫൈൻഡ് 1 page notes from elsewhere. Then write a note on westerns. വെസ്റ്റേൺസ് എന്ന് പറഞ്ഞാൽ കൗബോയ് സ്റ്റൈലുള്ള ഫിലിംസ് ഉണ്ടല്ലോ, വെസ്റ്റേൺസിനെ കുറിച്ച് ഒരു നോട്ട് എഴുതുക. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വെസ്റ്റേൺസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി വെസ്റ്റേൺസ്. Number 22. What does the sound track in cinema include? സിനിമയിലെ സൗണ്ട് ട്രാക്കിൽ എന്തെല്ലാം ഉണ്ട്, അത് സൗണ്ട് എന്ന് പറയുന്ന ഭാഗം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. സൗണ്ട് ആ മിസൻസെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ആ ടെർമിനോളജിയിൽ പഠിപ്പിച്ചിട്ടില്ലേ, സൗണ്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നുകൂടി നിങ്ങൾ നോക്കൂ. അത് നിങ്ങൾ VIP-കളാണ്, എല്ലാം അറിയാമെന്നും പറഞ്ഞ് നടക്കാതെ ഇതൊന്ന് പഠിക്കുമോ നിങ്ങളത്. വാട്ട് ഡസ് ദി സൗണ്ട് ട്രാക്ക് ഇൻ സിനിമ ഇൻക്ലൂഡ്? വാട്ട് ഡസ് ദി സൗണ്ട് ട്രാക്ക് ഇൻ സിനിമ ഇൻക്ലൂഡ്? ഇന്നത്തെ എത്ര പിന്നെ മൾട്ടി ട്രാക്ക് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു 100 വാക്കുകൾ, ഒരു ഫുൾ പേജ് എഴുതാൻ നിങ്ങളത്. ആൻസർ ഇൻ 6 ഓഫ് ദി ഫോളോയിങ് ഇൻ 100 വേർഡ്സ് ഈച്ച്. 100 വാക്കിലെങ്കിലും വേണം. ഇതിൽ 2019 ചോദിച്ചിരിക്കുന്നത് നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ്. ഈ റേഷോമോൻ എന്ന് പറയുന്ന അക്കിര കുറോസോവോ, ജാപ്പനീസ് ഫിലിം മേക്കറുടെ ആ ഫിലിമിൻ്റെ ഒരു അപ്രീസിയേഷൻ പഠിപ്പിക്കും. അപ്പം നമുക്ക് ആകെ 3 ഫിലിം കേസായിട്ട് എടുക്കാനുള്ളത് 3 ഫിലിംസാണ്. ഒന്ന് മൈ ഫെയർ ലേഡി എന്ന് പറയുന്ന മ്യൂസിക്കൽ ഫിലിം, പിന്നെ ഇത് ത്രില്ലർ, ക്രൈം ത്രില്ലർ അക്കിര കുറോസോവയുടെ. അതായത് അതിലെ ആ നറേറ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പല വേർഷൻസാണ്. ആ സിനിമ അവതരിപ്പിക്കുന്നത് പല ആളുകളുടെ വേർഷൻസിലൂടെയാണ്. അതിലെ സാമുറായിയുടെ വേർഷൻസിലൂടെ റേപ്പ് ചെയ്യപ്പെടുന്ന ആ വിക്ടിമിൻ്റെ വേർഷൻ, പിന്നെ അത് ബെൻഡിച്ച് കൊള്ളക്കാരൻ്റെ വേർഷൻ, അങ്ങനെ പല വേർഷൻസ് അവതരിപ്പിക്കുന്നത്. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് കമൽഹാസൻ്റെ തമിഴിൽ വീരുമാണ്ടി എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്. അതിലെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അതൊരു പ്രത്യേക ടെക്നിക്കാണ് ഇത് കൊണ്ടുവന്നത്. അക്കിര കുറോസോവയുടെ റേഷോമോ എന്ന് പറയുന്ന സിനിമയിലാണത് പഠിക്കണം. മൈ ഫെയർ ലേഡി പഠിക്കണം. ചെമ്മീൻ, നിങ്ങൾ ഇതിനിടയ്ക്ക് ഈ സിനിമകളൊന്ന് കാണുമോ? റേഷോമോനും ചെമ്മീനെങ്കിലും കാണുമോ? മൈ ഫെയർ ലേഡിയും ഒഴിവാക്കിയാലും വേണ്ടില്ല, റേഷോമോനും ചെമ്മീനും ഒന്ന് കാണും ദേവി. ഇത് ചെമ്മീൻ നമ്മുടെ ക്ലാസിക്കൽ ഫിലിം. 65 നമുക്കത് പ്രസിഡൻ്റ് ചെയ്യുന്ന മെഡൽ കിട്ടിയ സിനിമ, അതെങ്കിലും ഒന്ന് കാണും. യെസ്, ക്വസ്റ്റ്യൻ ഈസ് ദിസ്: കമൻറ്റ് ഓൺ ദി നാരറ്റീവ് ടെക്നിക്
ഇൻ റേഷമോൻ അത് പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. Then 24th question, what are the features of Italian neorealism? പഠിപ്പിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ നിയോറിയലിസം വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. But what is its use if you do not study? Explain what are the features of Italian neorealism? ഇറ്റാലിയനും ഇറാനിയനും കൂടെ ഒരുമിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. Then write a short note on the classical Hollywood cinema. ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമയെ കുറിച്ച് വ്യക്തമായി നമ്മൾ ചെയ്തു വെച്ചതാണ്. നല്ല മനോഹരമായ ഫിലിം ക്ലിപ്സ് ഉൾപ്പെടെ കാണിച്ചിട്ടുള്ളതാണ്. ഇതിനൊന്നും നമുക്കൊരു അക്ലെയിമില്ല. നമുക്ക് ക്രിറ്റിസിസം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ക്രിറ്റിസിസം മാത്രമേ ഉള്ളൂ. പഠിപ്പിക്കാൻ നിങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പഠിപ്പിക്കാതെ ഒന്ന് കൊച്ചു വർത്താനം പറഞ്ഞു പോയാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നവരാണ്. അവസാനം നിസ്സാരമായ വിഷയങ്ങൾക്ക് പോലും സപ്ലി എഴുതാൻ നടക്കുന്നവരാണ് പല കുട്ടികളെന്ന് പറഞ്ഞാൽ. ഇപ്പം S5 പഠിക്കുന്നവർ S2-ൻ്റെ സപ്ലി എഴുതാൻ നടക്കുക. എന്തൊരു ഗതികേടാന്ന് നോക്കി പഠിക്കുന്ന സമയത്ത്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്നോടൊരു വലിയ ദേഷ്യം കാണും. ഐ ഡു നോട്ട് മൈൻഡ് അറ്റ് ഓൾ. ഐ ഡു നോട്ട് കെയർ ഫോർ ഇറ്റ്. എനിക്ക് നിങ്ങളോട് സിൻസിയറിറ്റി ഉണ്ടായിട്ട് അതെല്ലാം പഠിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ അരിവ് മൂലയൊക്കെ ഒന്ന് പഠിപ്പിച്ചങ്ങ് പോയി എല്ലാം ഉണ്ടടേ എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇറ്റാലിയൻ നിയോറിയലിസം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പ്രയാസമേറിയ ഭാഗമൊക്കെ വളരെ സ്ട്രെയിൻ എടുത്താതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇറ്റാലിയൻ നിയോറിയലിസം നിങ്ങൾ നോക്ക്. യൂട്യൂബിലെ വേറെ ഓൺലൈനിലെ ക്ലാസ്സുകൾക്ക് മലയാളത്തിലെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് ഒറ്റയടിക്ക് ഫിലിം ജോണേഴ്സ് എന്ന് പറയുന്നത് അത് ഫിലിം ജോൺറീസ് അതൊരു 2 ക്ലാസ് കൊണ്ട് എല്ലാം കൂടെ പറഞ്ഞങ്ങ് തീർക്കും. പിന്നെ അതുപോലെ ടെർമിനോളജി ഒരു ക്ലാസ് കൊണ്ട് മലയാളത്തിൽ എല്ലാം അങ്ങ് പറഞ്ഞ് തീർക്കുമായിരിക്കും. അത് മതി. മലയാളത്തിലാണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്? ഇംഗ്ലീഷിലല്ലേ എഴുതാൻ പോകുന്നത്? അപ്പോൾ ഇംഗ്ലീഷ് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? Then write a short note on the classical Hollywood cinema. Then next question, 26th question, explain setting and lighting in cinema. സെറ്റിങ് മിസൺസിൻ്റെ ഭാഗമായിട്ട് സെറ്റിങ് ആദ്യം നമ്മൾ സെറ്റിങ് എടുത്തത്. സെറ്റിങ്ങിനെ കുറിച്ച് വ്യക്തമായി നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെ എന്തെല്ലാം രീതിയിലുള്ള ലൈറ്റിങ് 3 point ലൈറ്റിങ് അല്ലാതെ തന്നെ ബാക്കിയുള്ള ഓരോ ഈ ക്രൈം ത്രില്ലേഴ്സിൻ്റെ അതുപോലെ ഹൊറർ ഫിലിംസിൻ്റെയൊക്കെ ലൈറ്റിംഗ് രീതി അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കണം. എക്സ്പ്ലെയിൻ സെറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഇൻ സിനിമ. 28th ക്വസ്റ്റ്യൻ, 28th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫ്രഞ്ച് പോയറ്റിക് റിയലിസം. പഠിപ്പിച്ചിട്ടുണ്ട് ഫ്രഞ്ച് പോയറ്റിക് റിയലിസം. അത് വായിച്ചു നോക്കണം. അല്ല വായിച്ചു നോക്കുകയല്ല, കേൾക്കണം നിങ്ങളത്. എന്തിനാ വെറുതെ കിടക്കുമ്പോൾ ഈ ചെവിയിൽ മൊബൈലിൽ ഹെഡ്ഫോണും വെച്ച് കേട്ടാൽ മതിയല്ലോ. ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് തന്നെ കാണുന്നത് ഒരു അതൃപ്തിയാണെന്ന് കാണണ്ട, കേട്ടാൽ മതി. എക്സ്പ്ലെയിൻ വളരെ വിഷമമുണ്ട് ഈ കാര്യത്തിൽ നിങ്ങളത് പഠിക്കാത്തതിൻ്റെ. എക്സ്പ്ലെയിൻ സെറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഇൻ സിനിമ. നമ്മളൊരു സ്ട്രെയിൻ എടുക്കുക എന്ന് പറയുമ്പം ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതൊരു പൂർണ്ണത വേണം. നിങ്ങൾക്കറിയാമല്ലോ. ആംസാൻ ദി മാൻ എന്ന് പറയുന്നത് അത് മുഴുക്ക ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് തീർത്തതാണ്. ഗ്രാമർ അതുപോലെ ഇപ്പം തന്നെ നോക്കിയാൽ നിങ്ങളെൻ്റെ വീഡിയോ എടുത്ത് നോക്കി. ഗ്രാമർ അതെല്ലാം ക്ലാസ് പഠിപ്പിച്ചുകൂടാ, ബാക്കി എല്ലാം ഫുള്ളായിട്ട് മനോഹരമായിട്ട് അത് കാണുമ്പോൾ മനസ്സിലാകുന്ന രീതി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല എക്സാം വരുന്നു, ഇപ്പം വരുന്നു 2, 3, 4 റിവിഷൻ ക്ലാസ്, ഒരു 4.5 മണിക്കൂർ വരുന്ന ഒരു റിവിഷൻ ക്ലാസ്സും എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടായിട്ടല്ലത്. എൻ്റെ അമ്മ വളരെ സീരിയസ് ആയിട്ട് സുഖമില്ലാതെ കിടക്കുക, അതിനിടയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നത്. അതെൻ്റെ സിൻസിയറിറ്റിയാണ് കാണിക്കുന്നത്. ഇറ്റ് ഷോസ് മൈ സിൻസിയറിറ്റി. നിങ്ങൾ എന്നോട് സിൻസിയറിറ്റി കാണിക്കണം. ബട്ട് ഷോ യുവർ സിൻസിയറിറ്റി ടു യുവർ സ്റ്റഡീസ് അറ്റ് ലീസ്റ്റ്. അപ്പോൾ എന്താണ് എക്സ്പ്ലെയിൻ സെറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഇൻ സിനിമ? എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ സിനിമ. ക്യാരക്ടേഴ്സ് പെർഫോമൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ സിനിമ. 28th ക്വസ്റ്റ്യൻ അത് പറഞ്ഞല്ലോ നമ്മൾ. എക്സ്പ്ലെയിൻ ഫ്രഞ്ച് പോയറ്റിക് റിയലിസം. 29th ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അടൂർ ഗോപാലകൃഷ്ണൻ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്നതാണ്. അത് സിനിമകളെക്കുറിച്ചെല്ലാം ഞാൻ ഇങ്ങനെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. സിനിമകളുടെയൊക്കെ പല സിനിമകളുടെയും പ്രത്യേകതകൾ, പൊളിറ്റിക്കൽ സിനിമ ഏതാണ്, അതുപോലെ സൈക്കോ അനാലിറ്റിക്കൽ ഫിലിം ഏതാണ്, അതിൽ ഫ്യൂഡലിസത്തെക്കുറിച്ച് പറയുന്ന വിധേയനെ പോലുള്ള സിനിമകൾ, അതെല്ലാം പ്രത്യേകം ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേജ് മനോഹരമായിട്ട് എഴുതാൻ പറ്റും. ഇപ്പം ചോദിക്കാൻ ചിലപ്പോൾ ജി അരവിന്ദനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ബാക്കി പിന്നെ ഷാജിയൻ കരുണിനെ കുറിച്ചോ PV ചന്ദ്രനെ കുറിച്ചൊക്കെ ചോദിച്ചൂടെ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ക്യാമറ ആംഗിൾസ്. ക്യാമറ ആംഗിൾസ് ഞാൻ ലാംഗ്വേജ് ഓഫ് സിനിമയെ തന്നെ, ലാംഗ്വേജ് ഓഫ് സിനിമയുടെ എസ്സേ ചെയ്തപ്പോൾ തന്നെ ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നിപ്പോൾ ടെർമിനോളജിയിൽ ഞാൻ വ്യക്തമായി ക്യാമറ ആംഗിൾസ് വ്യക്തമായി പറയുകയും അത് ചിത്രങ്ങളുടെ സഹായത്താൽ, ഓരോ ഫോട്ടോസിൻ്റെ സഹായത്താൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ ക്ലാസ്സിലേക്ക് ആണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബോർഡിലൊന്നും അങ്ങനെയുള്ളതും കാണിക്കാൻ പടമൊന്നും വരയ്ക്കാനൊന്നും പറ്റത്തില്ല. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിത്രത്തിൻ്റെ സഹായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ആംഗിൾ, ലോ ആംഗിൾ ആയാലും ഹൈ ആംഗിൾ ആയാലും ബാക്കിയുള്ള എല്ലാ ആംഗിൾസ് ആയാലും അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പേജ് എഴുതാനുള്ളത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഈസ്റ്റ്മാൻ കളർ. ഈസ്റ്റ്മാൻ കളർ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. കളർ എന്ന് പറയുന്നത് വീഡിയോ, അതിൽ കളർ, ഈസ്റ്റ്മാൻ കളറും ടെക്നിക്കലൊക്കെ കളറും എല്ലാം ഞാൻ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈസ്റ്റ്മാൻ കളറിനെ കുറിച്ച് ഒരു നോട്ട് എഴുതണം. ഇനി 4ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ 15 മാർക്കിനുള്ള ചോദ്യം. ഒരു 3-3.5 പേജ് നിങ്ങൾ എഴുതണം അത്. അപ്പം ഞാൻ ഇത് 2019 4 ക്വസ്റ്റ്യൻസ്, 4 പഠിപ്പിച്ച 2 എണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നന്നായിട്ട് എഴുതാൻ കഴിയുന്ന 2 എണ്ണം എഴുതിയാൽ മതി. ആൻസർ ഇൻ 2 ഇൻ ദി ഫോളോയിങ് ഇൻ അബൌട്ട് 300 വേർഡ്സ് ഈച്ച്. 300 വാക്കുകളെങ്കിലും വേണം എന്ന് പറയുമ്പോൾ ഒരു പേജിൽ 100 വാക്കാകുമ്പോൾ 300 വാക്കുകൾ എന്ന് പറയുമ്പം 3 പേജസ്, 3 പേജസ് എങ്കിലും ഉണ്ടായിരിക്കണം. നമ്പർ 1, എക്സ്പ്ലെയിൻ ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സിനിമാസ് ആൻഡ് ആർട്ട് ഫോം. പഠിപ്പിച്ചിട്ടുള്ളതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സിനിമ. നമ്പർ 33, റൈറ്റ് എ നോട്ട് ഓൺ ദി ലാംഗ്വേജ് ഓഫ് സിനിമ. വിശാലമായ എസ്സേക്കുള്ള കാര്യം പഠിപ്പിച്ചതാണ്. ദി ലാംഗ്വേജ് ഓഫ് സിനിമ എന്ന അതിൻ്റെ ഹെഡിങ്. 34th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ഡിഫറൻറ്റ് സ്റ്റേജസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമ. അത് നിങ്ങളിപ്പം 3 പാർട്ടായിട്ട് ഇപ്പം തന്നിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടത്. ഡിസ്ക്രൈബ് ദി ഡിഫറൻറ്റ് സ്റ്റേജസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമയുടെ വ്യത്യസ്ത സ്റ്റേജസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രൈബ് ദി ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമ. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം, പിന്നെ 30കളിലെ സിനിമ, 40കളിലെ സിനിമ, 60കളിലെ സിനിമ, പാരലൽ സിനിമ, എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ടത്. അതൊന്ന് കണ്ടൻസ് ചെയ്ത് എഴുതിയാൽ മതി. ദെൻ റൈറ്റ് ഇൻ ഡീറ്റെയിൽ എബൌട്ട് ദി കണ്ടംപററി മലയാളം സിനിമ. ഞാൻ അവസാനത്തെ ഇപ്പം ഇതുവരെ ചെയ്തതിൽ അവസാനത്തെ ഒട്ടുമ്പോൾ ഉള്ളത് ചെയ്ത അതാണ് കണ്ടംപററി മലയാള സിനിമ, ഇപ്പോഴത്തെ മലയാള സിനിമ. അതിൽ ടൊവിനോ തോമസിൻ്റെ കാര്യം വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സമീപകാല സിനിമകളുടെ കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസലിനെയൊക്കെ വളരെയധികം പുകഴ്ത്തിയാണ്, നല്ലൊരു മെത്തേഡ് ആക്ടർ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ. എല്ലാവരുടെയും കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊന്ന് വാച്ച് ചെയ്യണ്ടേ? ഇതൊക്കെ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഇത്രയും സാഹസപ്പെട്ട് ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് കിട്ടി, പിന്നെ എക്സ്പോർട്ട് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇതൊന്നും വേണ്ട. ഒരു മൊബൈലിൽ അതിൽ അതങ്ങോട്ട് കുത്തിയിട്ട് അവിടെ വെച്ച് അങ്ങ് പുസ്തകം നോക്കി അങ്ങ് വായിച്ചാൽ മതി. പുസ്തകം നോക്കി ഇത്തിരി ഈണത്തിൽ അങ്ങ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. ഇതൊക്കെയാണോടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പം ഇങ്ങനെ ഒരു മഹാമാരി വന്നു, നമ്മളതിനെ ഓവർടേക്ക് ചെയ്യുകയും വേണം. എന്നാൽ ഒരു ഇൻട്രാക്ഷൻ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അതിനല്ലേ ഈ സാഹസമൊക്കെ കാണിക്കുന്നത്. ഓക്കെ, ഇത് 4 പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഈ 2019 ടഫറായിരുന്നു 2018 ക്വസ്റ്റ്യൻസ് എന്നാവും. 2018 ക്വസ്റ്റ്യൻസ് നോക്കിയേ. ആദ്യത്തെ ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ഇൻ എ വേർഡ് ഓർ സെൻറ്റൻസ് ഈച്ച്. വാക്കൊന്നും എഴുതി കളയരുത് കേട്ടോ. നിങ്ങൾ ഒരു മാർക്ക് കിട്ടുന്നതാണ്. ഒരു സെൻറ്റൻസ് എങ്കിലും ഫുള്ളായിട്ട് എഴുതണം. 2 സെൻറ്റൻസ് എഴുതിയാൽ അത്രയും നല്ലത്. അല്ലാതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒരു വാക്ക് എഴുതിയാൽ മതി.
ശരി, വർഷം മാത്രം 1920 അല്ലെങ്കിൽ 1913, 1930 എന്നുള്ള വർഷങ്ങളൊന്നും എഴുതിയാൽ പോരെ. അത് നിങ്ങളൊരു ഫുൾ സെൻറ്റൻസിൽ അത് എഴുതണം. വിഗതകുമാരൻ വാസ് റിലീസ്ഡ് ഇൻ ദി ഇയർ 1930 എന്ന് തന്നെ എഴുതണം. രാജാ ഹരിചന്ദ്ര വാസ് റിലീസ്ഡ് ഇൻ 1913. അതങ്ങനെ തന്നെ എഴുതണം നിങ്ങളത്. അല്ലാതെ പിന്നെ ഒരു വർഷവും പിന്നെ അല്ലെങ്കിൽ ഡയറക്ടറുടെ പേര് മാത്രം എഴുതി വെച്ചാൽ പോരാ. മനസ്സിലായല്ലോ? യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്? അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ഫീച്ചേഴ്സ് ദാറ്റ് ആഡ് ടു ദി ടെമ്പറൽ ഡയമെൻഷൻസ് ഓഫ് എ ഫിലിം. ടെമ്പറൽ ഡയമെൻഷൻസ് ഓഫ് എ ഫിലിം അത് പറഞ്ഞു തരുന്നുണ്ട്. ടെമ്പറൽ ഡയമെൻഷൻസ് ഓഫ് എ ഫിലിമിനെ ആഡ് ചെയ്യുന്ന 2 ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അതൊന്ന് റെഫർ ചെയ്തോളൂ. സെക്കൻഡ് വൺ, വിച്ച് ഫിലിം ബൈ അക്കിര കുറോസോവ വൺ ദി ഗോൾഡൻ ലയൺ അവാർഡ് അറ്റ് വെനീസ് ഫിലിം ഫെസ്റ്റിവൽ? വിച്ച് ഫിലിം ബൈ അക്കിര കുറോസോവ വൺ ദി ഗോൾഡൻ ലയൺ അവാർഡ് അറ്റ് വെനീസ് ഫിലിം ഫെസ്റ്റിവൽ? വളർച്ചയായിട്ടേ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ സമുറായി ആണോ എന്നാണ്. അല്ലല്ല, റാഷോമോൻ തന്നെയാണ്. റാഷോമോൻ. നെക്സ്റ്റ് വൺ, വിച്ച് കട്ട് ഈസ് ഓൾസോ കോൾഡ് ഗ്രാഫിക് മാച്ച് കട്ട്? അത് പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് കട്ട്സിൻ്റെ കൂട്ടത്തിൽ. കട്ട്സ്, അതുപോലെ കട്ട് എവേയ്സ്, അതിപ്പോൾ ചോദിച്ചിട്ടുണ്ട്. കട്ട് എവേയ്സ് അതൊക്കെ അത് ഈ ചുമ്മാ നല്ലതൊന്നും പഠിപ്പിക്കുന്നത്. ടെർമിനോളജിയൊക്കെ നിങ്ങൾ വ്യക്തമായി ഹൃദയസ്ഥമാക്കണം അത്. അപ്പോൾ ഗ്രാഫിക് മാച്ചിൻ്റെ മറ്റൊരു പേരാണ് മാച്ച് കട്ട്. അടുത്ത വിച്ച് സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദി സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യ ടു വിച്ച് പീപ്പിൾ ഓഫ് ഓൾ ഏജസ് may be admitted with an advice that the children below 12 will be accompanied by parents. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പേരൻസിനോടൊപ്പം വരണം എന്നുള്ളൊരു അഡ്വൈസോട് കൂടി എല്ലാവർക്കും കാണാവുന്ന സിനിമയുടെ സെൻസർഷിപ്പ് സർട്ടിഫിക്കേഷൻ ഏതാണ്? 4 ആണല്ലോ സർട്ടിഫിക്കേഷൻ ഉള്ളത്. എല്ലാവർക്കും കാണാവുന്നത് യൂണിവേഴ്സൽ യു സർട്ടിഫിക്കറ്റ്, ക്ലീൻ സിനിമ. ഈ പറഞ്ഞ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരുന്നെങ്കിൽ പേരൻസിനോട് വരുന്ന വയലൻസോ ഇച്ചിരി സെക്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേരൻസോടെ കൂടെ വേണം എന്ന് പറയുന്നത് യു എ സർട്ടിഫിക്കറ്റ്. എ സർട്ടിഫിക്കറ്റ് പറഞ്ഞിരേണ്ട കാര്യമില്ല. പിന്നെ അവസാനം എസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, സ്പെഷ്യൽ ഓഡിയൻസ്. ഡോക്ടേഴ്സോ ടീച്ചേഴ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കാണിക്കുന്ന ഡോക്യുമെൻ്ററി ടൈപ്പിലുള്ള ഏതെങ്കിലും ഫിലിംസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എസ് സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ദീസ് ആർ ദി 4 kinds of certificates. UAS certificates. ഓക്കെ. അപ്പോൾ 12 വയസ്സിന് താഴെയുള്ള പിള്ളേർ വരുവാണെങ്കിൽ കൂടെ രക്ഷകർത്താക്കൾ വരണമെന്നുള്ള അഡ്വൈസോട് കൂടി ഉള്ള സർട്ടിഫിക്കറ്റ് UA. ഇങ്ങനെയൊന്നും അങ്ങനെ UA എന്നൊക്കെ കാണിച്ചാലും കൊച്ചു പിള്ളേർ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുള്ള പിള്ളേരും പോയി കാണും, തിയേറ്ററിൽ പോയി കാണും. തിയേറ്ററുകാരും ഒന്നും ഇൻസിസ്റ്റ് ചെയ്യത്തില്ല പേരൻസ് വേണമെന്ന്. അങ്ങനെ പറയത്തില്ല. ഫിലിം കാണാൻ കൊച്ചു പിള്ളേർ പോയാലും പറയത്തില്ല. പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പോയി കണ്ടിരിക്കുന്നില്ല. അത് നോക്കിയേ. അനദർ വൺ, which is the famous film magazine, a film magazine of the French New Wave. French New Wave ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ളതാണ് ഫ്രഞ്ച് ന്യൂ വേവ്. ആ കാലഘട്ടത്തെ പ്രശസ്തമായ ഫിലിം മാഗസീൻ. അതിൽ പങ്കെടുത്ത ഫിലിം തിയറിസ്റ്റുകളൊക്കെ ഫിലിം മേക്കേഴ്സുമായിട്ടൊക്കെ മാറി. അത് നമ്മുടെ അടുത്തൊരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കയേഡ്യൂ സിനിമ, CAHIERS, DU സിനിമ, കയേഡ്യൂ സിനിമ, CAHIERS DU CINEMA, കയേഡ്യൂ സിനിമ. അതായിരുന്നു ആ ജേണലിൻ്റെ ഫിലിം മാഗസിൻ്റെ പേര്. അതായിരുന്നു. Another question, which is the first film
ഫിലിം ഇൻ സത്യജിത്ത് അപ്പു ട്രിയോളജി. അപ്പു ട്രിയോളജിയിലെ സത്യത്രയുടെ ആദ്യ ഫിലിം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലേ, ഏതാണ് ആദ്യ ഫിലിം? പഥേർ പാഞ്ചാലി. പിന്നെ അപരാജിതോ. മൂന്നാമത്തെ അപ്പുർ സൻസാർ, പഥേർ പാഞ്ചാലി, ദ സോങ് ഓഫ് ദി പാത്ത്, പിന്നെ അപരാജിതോ, അപ്പുർ സൻസാർ. ഇതാണ് അപ്പു ട്രിയോളജി എന്ന് പറയുന്നത്. അപ്പു ട്രിയോളജിയിലെ ആദ്യ ഫിലിം പഥേർ പാഞ്ചാലി തന്നെയാണ്, സംശയിക്കേണ്ട കാര്യമില്ല. That was what is the first film of. In which year was Charles Spencer Chaplin's sound movie or movie start using sounds? In which year does Charlie Chaplin started using sound for his movies? ചാർലി ചാപ്ലിൻ സിനിമകൾക്ക് വേണ്ടി സൗണ്ട് ഉപയോഗിച്ചു തുടങ്ങി. സൗണ്ട് സിനിമ ഇറങ്ങിയതെന്ന് മുതലാണ്. ഈ സിറ്റി ലൈറ്റ്സ് പോലുള്ള സിനിമകളിലും സൗണ്ട് ട്രാക്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും ഡയലോഗൊന്നുമില്ല. ഡയലോഗ് ഉൾപ്പെടെയുള്ള സൗണ്ട് സിനിമ ഇറങ്ങിയത് 1940 ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ഹിറ്റ്ലറെ കുറിച്ചുള്ള ഫിലിമായിരുന്നു ഇത്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അപ്പോൾ ആ വേഷത്തിൽ അഭിനയിച്ചത് ചാർലി ചാപ്ലിൻ തന്നെയായിരുന്നു. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ വിച്ച് വാസ് റിലീസ്ഡ് ഇൻ 1940. അതായിരുന്നു അത് ആദ്യത്തെ അവസാനത്തെയും അദ്ദേഹത്തിൻ്റെ സൗണ്ട് സിനിമ അതായിരുന്നു. ഞാനതൊരു സില്ലി ക്വസ്റ്റ്യൻ. റൈറ്റ് ദി നെയിം ഓഫ് ദി നോവലിസ്റ്റ് ഹു റോട്ട് ദി നോവൽ ചെമ്മീൻ ഓൺ വിച്ച് ദി 1965 മലയാളം ഫിലിം ഓഫ് ദി സെയിം നെയിം ഈസ് ബേസ്ഡ്. 1965 ഇറങ്ങിയ മലയാളം സിനിമയുടെ പേരും അതുതന്നെയായിരുന്നു. ആ പേരിലുള്ള ചെമ്മീൻ എന്ന പേരുള്ള നോവൽ എഴുതിയ നോവലിസ്റ്റിൻ്റെ പേരെന്താണ്? ആരാന്ന് ആരുമില്ലല്ലോ, പലരും അറിയാത്തവരും കാണും. തകഴി ശിവശങ്കരപ്പിള്ള. ചെമ്മീൻ തകഴി ശിവശങ്കരപ്പിള്ള. ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ നിങ്ങൾ കാണണം, അത് നിങ്ങളുടെ കേസ് സ്റ്റഡിക്കുള്ളതാണ്. ദെൻ വട്ട് ഈസ് ദി നെയിം ഓഫ് ദി ബെൻഡിറ്റ് ഇൻ റാഷോമോൻ? റാഷോമോൻ അക്കിരോ കുറോസോവയുടെ റാഷോമോനിൽ സമുറായിയുടെ വൈഫിനെ റേപ്പ് ചെയ്യുന്ന ആ ബണ്ടിറ്റിൻ്റെ പേരെന്താണ്? ടാജോ മാരു. ജാപ്പനീസ് ലാംഗ്വേജിൽ ടാഷോ മാരു എന്നൊക്കെ പറയും. TAJOMARU. നമുക്കതിൻ്റെ ഫിലിം റിവ്യൂ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ടാഷോ മാരു എന്നൊക്കെ ജാപ്പനീസ് ലാംഗ്വേജിൽ പറയും. 10th question. Which artistic movements influenced avant-garde movement in cinema? Which artistic movements influenced the avant-garde movement in cinema? അറിയാമല്ലോ ഏതൊക്കെ? പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ വെയർ them. Then answer any 8 of the following questions. രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടല്ലോ, 8 എഴുതാനുള്ളത്. 8 എഴുതിയാൽ മതി. According to James Monaco, what does the term cinema deal with? അത് what is film എന്ന് പറയുന്ന ആ എസ്സേയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജെയിംസ് മൊണാക്കോ സിനിമ, അതിൽ ഫിലിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, മൂവി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതാമല്ലോ, ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെയൊക്കെ ആ പാരഗ്രാഫ് മുഴുക്കി എഴുതണം, എന്നാലേ അതൊരു നമുക്കൊരു പേജ് വേണ്ടേ. രണ്ടാമത്തെ ടൈപ്പല്ലേ അത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു പേജ് വേണ്ട, 3/4 പേജ് അല്ലെങ്കിൽ 1/2 പേജ് വേണം. അത് മുഴുക്കി എഴുതണം. അതാണ് എക്സ്പ്ലെയിൻ ദി പ്ലോട്ട് ഓഫ് എ ഫിലിം ഇൻ യുവർ ഓൺ വേർഡ്സ്. അത് 2 രീതിയിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അംബിഗ്യസ് ആണ്. അത് ദി ക്വസ്റ്റ്യൻ ഈസ് വെരി മച്ച് അംബിഗ്യസ്. ഒരു സിനിമയുടെ പ്ലോട്ട് നിങ്ങളുടേതായ വാക്കുകൾ എഴുതുക. നിങ്ങൾ കണ്ട ഒരു സിനിമയുടെ ലൂസിഫറിൻ്റെയോ ഏതെങ്കിലും ഒരു പ്ലോട്ട് എഴുതിയാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഇംഗ്ലീഷ് ഫിലിംസിൻ്റെ ഏതെങ്കിലും വന്നിട്ട് പ്ലോട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതുക എന്നാണ് എന്ന് അർത്ഥമാക്കാം. അതല്ലെങ്കിൽ പ്ലോട്ട് എന്താണെന്ന് നിങ്ങളുടെ ലാംഗ്വേജിൽ അർത്ഥം എഴുതാം. അപ്പോൾ ഇത് അംബിഗ്യസ് ആയതുകൊണ്ട് ഏതെഴുതിയാലും അവർ മാർക്ക് തന്നേ പറ്റൂ. എക്സ്പ്ലെയിൻ ദി പ്ലോട്ട് ഓഫ് എ ഫിലിം ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾക്ക് എഴുതാമല്ലോ ഏതെങ്കിലും, അങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാതെ. Then who coined the term politic des auteurs? What does it mean? ആരാണ് പോളിസി എന്നുള്ള അർത്ഥം ഫ്രഞ്ച് ലാംഗ്വേജിൽ. പൊളിറ്റിക് ഡെസ് ഓറ്റേഴ്സ്
എന്ന ആ ഒരു ഫ്രേസ് കോയിൻ ചെയ്തതാരാണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിൻ്റെ അർത്ഥം? ഫ്രാങ്കോ ട്രൂഫറ്റ്. ഫ്രാങ്കോ ട്രൂഫറ്റ് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? ഫ്രാങ്കോ ട്രൂഫറ്റ്. അതിന് മീനിങ് ഇതിൻ്റെ ദി ഓറ്റിയർ പോളിസി. ഓതറാണ് എല്ലാം, സിനിമയിലെ ഡയറക്ടറാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഓറ്റിയർ പോളിസി, അതാണ് ഇതിൻ്റെ മീനിങ്. പൊളിറ്റിക് ഡസ് ഓറ്റിയസ് എന്ന് പറഞ്ഞാൽ ഓറ്റിയർ പോളിസി എന്ന് അർത്ഥമെടുക്കാം. ദെൻ റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ എ ട്രിപ്പ് ടു മൂൺ. എവിടെയെല്ലാം ഫ്രഞ്ച് സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴും അല്ലാതെ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ അതിൻ്റെ സ്റ്റോറി ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പിങ്സ് കാണിച്ചിട്ടുണ്ടല്ലോ. മൂണിൽ ചെന്ന് വീഴുന്നതും ആ പേടകം ചെന്ന് വീഴുന്ന അവിടെ ഇറങ്ങുന്നതും അതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ബ്രീഫ് നോട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ജോർജ് മിലേസ് 1902 ആ ഫിലിം ഇറങ്ങിയത്. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 1902. എ ട്രിപ്പ് ടു മൂൺ അതിനെക്കുറിച്ച് നോട്ട് എഴുതുക. സി പ്ലീസ് വാച്ച് മൈ പ്രീവിയസ് വീഡിയോസ്. ചുമ്മാതെ ഇരുന്ന് ഇത്രയും ഇതൊക്കെ ഓഡിയോ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്കിതൊക്കെ സ്വയം പുസ്തകം വായിച്ച് മനസ്സിലാക്കും. പുസ്തകമാണെന്നുണ്ടെങ്കിൽ സാഗരം പോലെ ഒരുപാടുള്ള കാര്യങ്ങളാണ്. കണ്ടമായ ചെറിയ സ്മോൾ ലെറ്റേഴ്സിൽ എനിക്കൊന്നും അത് കാണാൻ പോലും പറ്റത്തില്ല. അത് സ്മോൾ ലെറ്റേഴ്സിൽ കുരുകുരാന്ന് എഴുതി വെച്ചിരിക്കുന്ന അതിവിശാലമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് എൻ്റെ കലാശക്കൊട്ടാകും. അപ്പോൾ അത് എഴുതുക. ദെൻ ഹു വാസ് മാക്സ് സെന്നറ്റ് പറഞ്ഞിട്ടുണ്ട്. മാക്സ് സെന്നറ്റ് കോമഡിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. മാക്സ് സെന്നറ്റ് ചാൾസ് ചാപ്ലിൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കൊമേഡിയനായിരുന്നു മാക്സ് സെന്നറ്റ്. മാക്സ് സെന്നറ്റ് എന്ന് പറഞ്ഞാൽ കനേഡിയൻ അമേരിക്കൻ ഫിലിം ആക്ടർ, ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. ഈ നമ്മുടെ ചാൾസ് സ്പെൻസർ ചാപ്ലിനെ പോലെ ആയിരുന്നു. കനേഡിയൻ ആണെന്നേ ഉള്ളൂ. കനേഡിയൻ അമേരിക്കൻ. ചാൾസ് സ്പെൻസർ ചാപ്ലിൻ ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹം കനേഡിയൻ അമേരിക്കൻ ആക്ടർ, ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ, ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദി കിങ് ഓഫ് കോമഡി. അതിനെക്കുറിച്ചൊന്ന് എഴുതണം. നമ്മുടെ സ്ലാപ്സ്റ്റിക് കോമഡി ആയിരുന്നു അദ്ദേഹത്തിൻ്റെയും മേഖല എന്ന് പറഞ്ഞാൽ സ്ലാപ്സ്റ്റിക് കോമഡി. അതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതണം നിങ്ങളത്. അത് അവൈലബിളാണ്, നമ്മുടെ ക്ലാസ്സുകളിൽ അവൈലബിളാണ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ടോക്കീസിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച്, ടോക്കീസിനെ കുറിച്ച് വർണ്ണിക്കുക. ടോക്കീസ് ശബ്ദ സിനിമകളെക്കുറിച്ച്. ദെൻ ലെറ്ററിന് എഴുതിയാൽ മതി, പേടിക്കാനില്ല. ദെൻ ഡിഫൈൻ ഫ്രെയിമിങ് ഓർ കോമ്പോസിഷൻ. ടെർമിനോളജിയിലുണ്ടല്ലോ അതിലൊരു ഭാഗം ഫ്രെയിമിങ് ഓർ കോമ്പോസിഷൻ തന്നെ പറയുന്നത്. ഡിഫൈൻ ഫ്രെയിമിങ് ഓർ കോമ്പോസിഷൻ, അത് എഴുതിക്കൂടെ? എക്സ്പ്ലെയിൻ ഷാലോ ഫോക്കസ് എന്നില്ല. അവതാറിലെ ചിത്രമൊക്കെ കാണിച്ച് വ്യക്തമാക്കിയിട്ടില്ലേ ഷാലോ ഫോക്കസ്? എക്സ്പ്ലെയിൻ ഷാലോ ഫോക്കസ് എക്സ്പ്ലെയിൻ ചെയ്യുക. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ടേം ഡിസോൾവ്? മറ്റേതിൽ നമ്മൾ 2019 ഇത് ചോദിച്ചു. അത് ഡിസോൾവ് എന്താണെന്ന് വ്യക്തമാക്കാൻ ചോദിച്ചത്. ഇവിടെ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ടേം ഡിസോൾവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ലോങ് ടേക്ക് ഫിലിം ടെർമിനോളജി പറഞ്ഞിട്ടുള്ളതാണല്ലോ. ലോങ് ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതൊന്നും വെറുതെ അല്ല പഠിപ്പിക്കുന്നത്. ദെൻ വാട്ട് ആർ ദി 2 ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ലാക്ക് ഓഫ് മെച്യൂരിറ്റി ഇൻ ഇന്ത്യൻ സിനിമ? വാട്ട് ആർ ദി 2 ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ലാക്ക് ഓഫ് മെച്യൂരിറ്റി, വാണ്ട് ഓഫ് മെച്യൂരിറ്റി ഇൻ ഇന്ത്യൻ സിനിമ? ഇന്ത്യൻ സിനിമയിൽ മെച്യൂരിറ്റി അഭാവത്തിനുള്ള 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അത് ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററിയിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. 22nd ക്വസ്റ്റ്യൻ, വാട്ട് ആർ കട്ടവേസ് വ്യക്തമായി ടെർമിനോളജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവോയ്ഡ് ചെയ്യണമെന്ന് വിചാരിച്ചുവെങ്കിലും പിന്നീട് അത് കട്ടവേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3rd സെക്ഷൻ ആൻസറിന് 6 ഒരു പേജിൽ എഴുതാനുള്ളത്, ഫുൾ പേജിൽ എഴുതാനുള്ളത്. 23rd ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന പല പ്രാവശ്യം ഞാൻ ചിത്രത്തിൻ്റെ സഹായിച്ച് കാണിച്ചിട്ടുള്ളതാണ്. as I have explained in detail with the graphic picture. Explain 3-point lighting. 3-point lighting ഭംഗിയായിട്ട് പഠിച്ചോണം. It is an oft repeated question. 24th question, what is a shot and what are the different types of shots? What is a shot and what are the different types of shots? അവൈലബിൾ ആണല്ലോ. they are available in my class. നിങ്ങൾ പഠിച്ചിട്ടില്ല ഇതുവരെ. വാട്ട് ആർ ദി ഞാൻ ഒരു അസൈൻമെൻറ്റ് ഇടുമ്പോഴത്തേക്കും അത്
പഠിക്കാൻ വേണ്ടിയായിരുന്നു ക്വസ്റ്റ്യൻസ് ഇത് എഴുതരുന്നത്, അസൈൻമെൻ്റായിട്ട് തന്നിരുന്നത്. പലരും എഴുതിയിട്ടുണ്ട്, ചിലർ എഴുതിയിട്ടില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വഴിപാട് പോലെ എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല, നിങ്ങൾ സ്വയം പഠിക്കാനുള്ളതാണ്. അത് നിങ്ങൾ ഇനിയെങ്കിലും ഈ അവസാന സമയത്തിന് 6ാമത്തെ സെമ്മിലെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഭംഗിയായിട്ട് പഠിച്ചു പോകണം. നിങ്ങളുടെ ഈ തെറ്റ് വി ഹാവ് ടു റെക്ടിഫൈ അവർ മിസ്റ്റേക്സ്. ഇപ്പോൾ ടു എറി ഈസ് ഹ്യൂമൻ, നമുക്ക് മനുഷ്യ സഹജമാണ്. അത് കറക്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന മാർഗം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ ഷോട്ട് ആൻഡ് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോട്ടുകളുടെ എത്ര ഷോട്ടുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മീഡിയം ഷോട്ട്, ലോങ് ഷോട്ട്, ക്ലോസപ്പ് ഷോട്ട് എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. അതെന്താണെന്ന് വ്യക്തമാക്കണം. അതേപോലെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ക്യാമറ ആംഗിൾസ് എല്ലാ ആംഗിൾസും പറഞ്ഞു തന്നിട്ടുണ്ട്. ക്യാമറ ആംഗിൾസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ വാട്ട് ഈസ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് 2019 ചോദിച്ചു, 18 ചോദിച്ചതിന് 19 ചോദിച്ചിരിക്കുന്നു. പിന്നെ ഇത് 18 കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് മനസ്സിലായല്ലോ. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ ലെവ് കുലേഷോവ്. ഈ മൊണ്ടാഷ് എന്ന് പറയുന്നതിൻ്റെ ഉപജ്ഞാതാവാണല്ലോ ലെവ് കുലേഷോവ്, റഷ്യൻ ഫിലിം മേക്കർ. ചിലപ്പോൾ നിങ്ങൾക്ക് സെർഗി ഐസൻസ്റ്റീനെ കുറിച്ച് ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ മൊണ്ടാഷ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഈ മൊണ്ടാഷ് മാത്രം ഞാൻ ഫിലിം ടൈമിൽ പ്രത്യേകം എടുത്ത് വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വാച്ച് ചെയ്യുക, അത് അറ്റൻറ്റീവായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, ഭംഗിയായിട്ട് പഠിക്കുക. അത് ലെവ് കുലേഷോവ് ആയാലും സെർഗി ഐസൻസ്റ്റീൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമ ഏതാണ്? ഹൂ ഈസ് ദ ഡയറക്ടർ ഓഫ് ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ? സെർഗി ഐസൻസ്റ്റീൻ. അതൊന്നും മറക്കരുത് നിങ്ങളത്. അങ്ങനെയുള്ള ഫിലിംസ് എല്ലാം നിങ്ങളത് മനസ്സിലാക്കണം. ദെൻ എക്സ്പ്ലെയിൻ ടെക്നിക് കളർ. 2019 ഈസ്റ്റ്മാൻ കളറായി ചോദിച്ചെങ്കിൽ 2018 ടെക്നിക് കളർ. നല്ല മനോഹരമായ കളറാണ്, ലാസ്റ്റ് ചെയ്യുന്ന കളറാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. ടെക്നിക് കളർ വിശദമാക്കുക. ദെൻ എക്സ്പ്ലെയിൻ ഫ്രഞ്ച് പോയറ്റിക് റിയലിസം 2019 ചോദിച്ചു, 18 ചോദിച്ചിരിക്കുന്നു. എക്സ്പ്ലെയിൻ ഫ്രഞ്ച് പോയറ്റിക്, അതാണ് അതിൻ്റെ പ്രാധാന്യം. ഫ്രഞ്ച് പോയറ്റിക് റിയലിസം, ജർമ്മൻ എക്സ്പ്രഷനിസം, അതും പ്രധാനപ്പെട്ടതാണ്. ഞാനത് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്, ജർമ്മൻ എക്സ്പ്രഷനിസം. ദെൻ ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് അനിമേറ്റഡ് ഫിലിംസ്. അനിമേഷൻ എന്ന് പറഞ്ഞ് മാത്രം ഒരു വീഡിയോ ചെയ്തു, എത്ര പേര് കണ്ടു? അത് വളരെ പിറ്റി ഇറ്റ് ഈസ്. അത് ഞാൻ പഠിച്ചു, അനിമേഷനെ കുറിച്ച് വീഡിയോ ക്ലാസ് ഇട്ടു. ഇത് ഏത് കോളേജുകളിൽ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കത്. ഇത്രയും വിശദമായി ഈ ഫിലിം സ്റ്റഡീസ് എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് അനിമേറ്റഡ് ഫിലിംസ്. ആ ഫിലിം ജോൺറേസൊക്കെ ഒന്ന് പഠിക്കുന്നെങ്കിലും. ദെൻ അനദർ വൺ, റൈറ്റ് എ നോട്ട് ഓൺ ദി ഇമർജൻസ് ഓഫ് ഇന്ത്യൻ പാരലൽ സിനിമ. ഇന്ത്യൻ പാരലൽ സിനിമ എന്ന് പറയുന്ന ഭാഗത്തുണ്ടത്. ഇന്ത്യൻ പാരലൽ സിനിമയുടെ ഉദയത്തെ അവിടെ സത്യത്രയും പിന്നെ മറ്റ് ബുദ്ധദേവദാസ് ഗുപ്തയും ഒർദിക് ഘട്ടക്കൊക്കെ വരുന്നത് അവിടെയൊക്കെയാണ്. പിന്നെ നമ്മുടെ മലയാളത്തിലെ ജി അരവിന്ദനും പിന്നെ അടൂർ ഗോപാലകൃഷ്ണനും ഷാജിയൻ കരുണൊക്കെ വരുന്നത് ആ ഭാഗത്തുണ്ട്. ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററിയിലുണ്ടത്, അത് പഠിച്ചോണം. എന്തായിരുന്നു ചോദ്യം? റൈറ്റ് എ നോട്ട് ഓൺ ദി കമ്മിങ് ഔട്ട് ഓഫ് ഇമർജൻസ് ഓഫ് ഇന്ത്യൻ പാരലൽ സിനിമ. ഇനി ലാസ്റ്റ് സെക്ഷൻ, 4ാമത്തെ സെക്ഷൻ അറിയാമല്ലോ. 4 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണം എഴുതണം ആൻസർ. ഇനി 2 ക്വസ്റ്റ്യൻസ്. നമ്പർ 1, കമൻറ്റ് ഓൺ ദി ഹൈബ്രിഡ് നേച്ചർ ഓഫ് ഫിലിം. ഞാനത് ഭംഗിയായിട്ട് എസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയിട്ടുള്ളതാണ്. ഹൈബ്രിഡ് നേച്ചർ ഓഫ് ഫിലിം അത് ചോദിച്ചു. എക്സ്പ്ലെയിൻ ദി പ്രൊഡക്ഷൻ, റിസപ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിലിംസ്, അതും ചെയ്തിട്ടുണ്ട് ഞാൻ. എക്സ്പ്ലെയിൻ ദി പ്രൊഡക്ഷൻ, റിസപ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിലിംസ്. ദെൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ദി ഫിലിമിക് അഡാപ്റ്റേഷൻ ആൻഡ് നോഷൻ ഓഫ് ഫ്ലൂയിഡിറ്റി. അതാണ് ഇനിയിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു എസ്സേ. ലിറ്ററേച്ചർ ആൻഡ് സിനിമ എന്ന് പറയുന്ന ആ ഭാഗത്തുള്ളതാണത്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ഫിലിമിക് അഡാപ്റ്റേഷൻ ആൻഡ് നോഷൻ ഓഫ് ഫിഡിലിറ്റി, അത് പഠിപ്പിക്കാനുള്ളതാണ് ഇനി. ദെൻ അടുത്തതും പഠിപ്പിക്കാനുള്ളതാണ്. പക്ഷേ നിങ്ങളത് അതിനു മുമ്പ് ആ സിനിമയൊന്ന് കാണണം. മലയാളത്തിലെ ക്ലാസിക് ഫിലിമാണ് അത്. 1965 പ്രസൻറ്റ് ചെയ്യുന്ന സ്വർണ്ണ മെഡൽ നേടിയ സിനിമയാണ്.
Which film is it? Substantiate the statement Chemmin is recognized as aesthetically and artistically brilliant cinema. സൗന്ദര്യപരമായും കലാപരമായും ബ്രില്യൻ്റ് സിനിമയാണ് ചെമ്മീൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ അതിനെ ഒന്ന് സ്ഥാപിച്ചെടുക്കണം, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ആസ്വാദനം എഴുതുക. നിങ്ങളുടെ ഫിലിം സ്റ്റഡിയിലുള്ളതാണ് ചെമ്മീൻ. അപ്പോൾ വൺസ് അഗൈൻ ഐ ആം ടെല്ലിങ് യു, ഐ ആം എൻട്രീറ്റിംഗ് യു, ഐ ആം അപ്പീലിംഗ് ടു യു. പ്ലീസ് വാച്ച് ദി മൂവീസ് റേഷോമോൻ, ചെമ്മീൻ ആൻഡ് ഇഫ് പോസിബിൾ മൈ ഫെയർ ലേഡി. അത് മൂന്നൊന്ന് കാണാം. പിന്നെ വേറെ ചില സിനിമകളുടെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഡോക്ടർ കാലിഗേരി, പിന്നെ അതേപോലെ സൈക്കോ എന്ന് പറയുന്ന ഫിലിം. അതൊക്കെ 1960 ആ ഫിലിമൊക്കെ ഒന്ന് കാണണം. ഹിച്ച്കോക്കിൻ്റെ ആ സൈക്കോ എന്ന് പറയുന്ന ഫിലിം നിങ്ങളൊന്ന് കാണണം. സൈക്കോ ഒന്ന് റിലീസ് ചെയ്യുന്ന ചോദിക്കാൻ 1960 അത് റിലീസ് ചെയ്തല്ലേ. അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കണം അതൊക്കെ. അപ്പോൾ ഇനിയുള്ള സമയമെങ്കിലും ഉണ്ടല്ലോ, ഒരു ദിവസം അല്പസമയമെങ്കിലും ഈ ഫിലിം സ്റ്റഡീസിന് വേണ്ടി വിനിയോഗിക്കുക. സപ്ലിമെൻ്ററി എഴുതാൻ നടക്കാതെ. ഓക്കെ, ആൻഡ് സോൺ വി ക്യാൻ മീറ്റ് വിത്ത് ദി അതർ റിമൈനിങ് 3 or 4 essays. അത് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈ ക്രിസ്മസ് വെക്കേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അത് പഠിച്ച് തീർക്കുക, പരീക്ഷയ്ക്ക് പഠിക്കുക. അപ്പോൾ അതിവിശാലമായ ഈ ടെക്സ്റ്റ് ഞാൻ സ്ട്രെയിൻ എടുത്താൽ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ബിക്കോസ് യു ആർ ഹേർട്ട്, മോസ്റ്റ് ഓഫ് യു, എല്ലാവരെയും കുറിച്ചും അല്ല പറയുന്നത്. ഐ ആം നോട്ട് ജനറലൈസിങ് യു. മോസ്റ്റ് ഓഫ് യു ആർ ഹാർട്ട്ലെസ്. പലരും അങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായത്. നന്നായി ആത്മാർത്ഥമായി പഠിപ്പിക്കുന്നവർക്ക് ഒരു വിലയും കൊടുക്കത്തില്ല. അവർക്ക് പുല്ല് വിലയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത്. ഓക്കെ, ആ പോകട്ടെ.